ഹായ് ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ പത്തല്ല 11 ദിവസമായി ഒന്ന് വീഡിയോസൊക്കെ ഇട്ടിട്ട്. ആക്ച്വലി എനിക്ക് സുഖമില്ലായിരുന്നു. 10 ദിവസം ഞാൻ ക്ലാസ്സിനും പോയിട്ടില്ല, ലീവായിരുന്നു. പിന്നെ സൗണ്ടൊന്നും റെഡി ആയിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു കുട്ടികളും ഞാനും ഒരു 10-12 ദിവസം ഞങ്ങൾ പനിച്ച് കടന്നു. അങ്ങനെ 10 ദിവസത്തിന് ശേഷം പുറം ലോകം കാണാൻ വേണ്ടിയിട്ട് വന്നതിനൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ സ്റ്റുഡൻസിനൊക്കെ കാണാൻ പറ്റിയതിൽ, അവർ കുറേ ദിവസം കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അവരൊക്കെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പനി ഉണ്ടാകുന്നത് കേട്ടോ. പനി പറഞ്ഞാൽ സാധാ ഒരു പനിയല്ല, ഒരു വൈറൽ ഫീവറാണ്. കാരണം എനിക്ക് ഞങ്ങൾക്ക് 3 ആൾക്കും ഉണ്ടായിരുന്നു. അവനും സ്കൂളിൽ പോയിട്ട് 10 ദിവസമായിരുന്നു. പിന്നെ ശനി ഞായറൊക്കെ വന്നുകൊണ്ട് കുറച്ച് വല്ലാതെ ലീവായിട്ടില്ല. എന്നാലും ഏകദേശം ഒരു 6 ദിവസമൊക്കെ ലീവ് എടുത്തിട്ട് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, വലിയ വ്ളോഗൊന്നുമല്ല. 10 ദിവസത്തിന് ശേഷം ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. സൗണ്ടൊന്നും തിരിച്ചിട്ടില്ല. സൗണ്ട് തിരിച്ച് കിട്ടാൻ എന്തെങ്കിലും വല്ല എന്താ പറയുക, ചെറിയ മാർഗങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ദിവസം പനിച്ച് കിടക്കുന്നതും ക്ലാസ്സിലൊക്കെ ലീവായിരിക്കുന്നതൊക്കെ. എന്നിട്ട് സൗണ്ട് ശരിക്കും തിരിച്ച് കിട്ടിയിട്ടില്ല. കുറേ ആളുകൾ പറഞ്ഞിരുന്നു ചീരുള്ളി ഉപ്പിട്ടിട്ടൊക്കെ കഴിച്ചാൽ മതി. പക്ഷെ എനിക്കത് തിന്നാൻ കഴിയണില്ല. എന്തോ അതിൻ്റെ ഒരു ചമർപ്പ് എനിക്ക് പറ്റണില്ല. അപ്പോൾ എന്നോട് എല്ലാവരും ഇരട്ടി മധുരം കഴിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇരട്ടി മധുരം ചോദിച്ചപ്പം ആര്യവൈദ്യശാലയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ദൈലാറ് ഒന്നുകൂടെയും നല്ലൊരു സൗണ്ടൊക്കെ തിരിച്ചു വരാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മരുന്നാണ് എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. പക്ഷെ ഇത് കുടിച്ചിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്. ഇത്രയും സൗണ്ട് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ചൊക്കെ സൗണ്ട് റെഡിയായി വരുന്നത്. തീരെ സൗണ്ട് ഇല്ല പറഞ്ഞാൽ തീരെ സൗണ്ടില്ല. നമ്മളിങ്ങനെ ഓരോ രഹസ്യം പറയണ പോലെ ആ പനിയൊക്കെ മാറി നിന്നപ്പോൾ ഉണ്ട് നല്ല ഒടുക്കത്തെ വയറുവേദന രാത്രി. അപ്പോൾ പിന്നെ പല കൂടെ ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് ഗുളികയൊക്കെ കിട്ടി. അങ്ങനെയാണ് സുഖമായത്. അപ്പോൾ ടോട്ടലി പറഞ്ഞാൽ ഒരു കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഫുള്ളൊരു ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു. എനിക്ക് മക്കൾക്ക് ഫുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് പോവുക, അങ്ങനെ ഫുൾ ഹോസ്പിറ്റൽ ലൈഫായിരുന്നു. അതിന്നിപ്പോൾ ചെറിയൊരു മോചനം കിട്ടിയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇന്നലെ വീണ്ടും എന്ത് ചെയ്ത് പനിയൊക്കെ മാറിയിരുന്നു. പക്ഷേ വയറുവേദന ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വയറുവേദന. ഒരു 10-10:30 ആയപ്പോൾ രാത്രി ഹോസ്പിറ്റലിൽ ഇടവണ്ണ രാജഗിരി പോയി. അവിടുന്ന് അപ്പോൾ നമ്മൾ കലീൽ ഡോക്ടറാണ് അവിടെ ഉണ്ടായിരുന്നത്, ഉപ്പാൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വ്ളോഗിൻ്റെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വയറുവേദന അങ്ങനെ തന്നെ കുറച്ചൊക്കെ കുറഞ്ഞിനി. പിന്നെ അവിടെ നിന്ന് ഗുളികയൊക്കെ കിട്ടി. എന്തായാലും ഇപ്പം അൽഹംദുലില്ലാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ സൗണ്ടൊന്ന് റെഡി ആവാണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് കുറവായിരിക്കട്ടെ ഞാൻ സംസാരിക്കുമ്പോൾ. ഓക്കെ, എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് ഫുഡ് കഴിക്കാൻ കേട്ടോ. നമുക്കിവിടെ മമ്പയർ ഉപ്പേരി ചോറാണ്. അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ബിസ്ക്കറ്റാണ് കേട്ടത്. ടൈഗറിൻ്റെ തന്നെ ക്രഞ്ച് എന്ന് പറഞ്ഞിട്ട് സംഭവം ടൈഗറാണ്. പക്ഷെ ഇതിൽ ചോക്കോ ചിപ്സൊക്കെ ഉണ്ടായിട്ട് നല്ല ടേസ്റ്റ്. 10 രൂപ ഉള്ളൂ ചെറിയ കുഞ്ഞു പാക്കിന്. അപ്പം ഇത് കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ടാണ് നിലമ്പൂർ ബസ് സ്റ്റാൻഡിലെത്തിയിട്ടും എടുക്ക പോണറിച്ചോ. അപ്പോൾ എൻ്റെ PG ഗ്രേഡ് കാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മമ്പാട് കോളേജ് MES കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റിഫുട്ടനും ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാണാം. അപ്പോൾ റിഫു ആദ്യമായിട്ട് മമ്പാട് MES കോളേജിലോട്ട് അല്ലേ. ഞങ്ങൾ മമ്പാട് കോളേജിലെത്തില്ലേ. അപ്പൊ റിജാക്ക് എവിടെയാ? റിജാക്ക് ഇത് കോളേജുണ്ടോ? റിജാക്ക് സ്കൂളാണ്. മിച്ചി എക്സാം എഴുതാൻ വരലും കേട്ടാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അല്ലേ. വരല്ലേ MESക്ക്? ഇഷ്ടമായ കോളേജ്? ഓഫീസ് തുറന്നോ പോയോക്കട്ടെ.
ഗേസ് ഞങ്ങളിവിടെ പോസ്റ്റ് ആയിരിക്കാൻ കേട്ടോ. ഇവിടെ ആരും ഫുഡ് കഴിക്കാൻ പോയതാണ്. അപ്പം ഞാൻ റിഫും കൂടെ പോസ്റ്റായി. ഗേസ് നല്ല ഇടിയാണ് കേട്ടോ. ഇടി പൊട്ടുന്നുണ്ടല്ലേ റിഫു? മഴ ഇങ്ങനെ പെയ്യാനിങ്ങനെ വെക്കുകയാണ്. അപ്പൊ നമ്മളെ കൂടെ ഇതാക്കുന്ന 2 ഗസ്റ്റുകളുണ്ട് കേട്ടോ. അതിന് വ്ളോഗ് ബേക്കറി വാങ്ങാണല്ലേ, ചായക്കടി വാങ്ങാ.